ഹലോ ഗൈസ്, അപ്പോൾ ഈ വർഷത്തെ ഊരുതണ്ടൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം പോയിട്ട് വരാം. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾ വീഡിയോ കാണും. നല്ല ഉറക്കം ഉണ്ടായിരുന്നു. 12:52. ഓക്കെ, നല്ല കാറ്റും ഉണ്ട്, നല്ല തണുപ്പും. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ പരവൂർ രജിസ്ട്രേഷൻ എത്തി. ബില്ല് വാങ്ങിക്കണം. അപ്പോൾ 1 മണി കഴിഞ്ഞിട്ട് ഗുരുവായൂർ വണ്ടി കിട്ടും. അപ്പോൾ അതിൽ കൊല്ലത്ത് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ട്രെയിനിൽ പോകാനായിട്ട്. ട്രെയിൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ സുധീറിന്റെ കടയിൽ പോയി ബസ്സൊക്കെ നോക്കി. ബസ്സിനൊക്കെ അന്യ ചാർജ് 2000, 1500 അങ്ങനെയാണ്. പക്ഷേ അത് ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടിയതുമില്ല. അങ്ങനെ ട്രെയിനിന് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു കമ്പനിക്കാരൻ പ്രിൻസിനെ വിളിച്ച്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു സ്ലീപ്പർ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നീ വരുന്നേ, നീ കൂടെ വന്നോളാം പറഞ്ഞു. അപ്പോൾ പ്രിൻസും ഞാനും കൂടെയാണ് ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊല്ലത്തേക്കുള്ള ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യാൻ നേരത്ത് അവിടെ ചെറുക്കൻ നല്ല ഉറക്കമായിരുന്നു. അവന്റെ ഉറക്കപ്പിച്ച് പറയുന്നത് കേൾക്കാം. ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. വണ്ടി വെച്ചേക്കുന്നത് എനിക്ക് ആനന്ദ്. ഓക്കെ, ഞാൻ ഈ റെയിൽവേയുടെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് വെച്ച് അതിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. പൈസ വേണ്ടേ? ഞാൻ രാവിലെ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ മതിയാ എന്റെ പൊന്നെ. നട്ടപ്പാതിരാത്രി എന്തോ പരിപാടി, ട്രെയിനിന്റെ പാളം എന്തോ ശരിയാക്കുന്നത് നമ്മുടെ പരവൂർ രജിസ്ട്രേഷൻ നടക്കുകയാണ്. സമയം 1:28. നട്ടപ്പാതിര, പരവൂർ റെയിൽവേ സ്റ്റേഷൻ. ഒറ്റ കുഞ്ഞുങ്ങളില്ലാന്ന് പറയാക്കില്ല. അവിടെ ഇവിടെയൊക്കെ 1-2 പേര് ഇരിപ്പുണ്ട്. കിടിലം കാറ്റും നല്ല തണുപ്പും. ആഹാ, ഒരു രക്ഷയില്ല, അന്യായ തണുപ്പ്. എന്തായാലും 2026 ആദ്യത്തെ യാത്രയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സൂപ്പർ ഒരു പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ വണ്ടിയാണ് ഈ വരുന്നത്. അപ്പം പരവൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എല്ലാ ദിവസവും വണ്ടിയുണ്ട്. രാത്രി 1 മണി 2 മണിക്ക് ഇടയ്ക്കായിട്ട്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് വണ്ടി വന്നത്. അപ്പം ഞാൻ കൊല്ലത്തിറങ്ങി. കൊല്ലത്തുനിന്ന് വണ്ടി ഒരു സ്പെഷ്യൽ സർവീസ് ആയിരുന്നു സ്ലീപ്പർ കിട്ടിയത്. അതായത് ശബരിമല പോയിട്ട് വരുന്ന ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് കൊല്ലം ടു ഹൈദരാബാദ്. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടി കൊല്ലം ജില്ലയുടെ പുല്ലൂർ ഭാഗത്തോട്ട് പോകുന്ന ട്രെയിനിന്റെ ആ ചെങ്കോട്ട റൂട്ടിന്റെ ഭാഗത്തേക്കാണ് കിട്ടിയിരുന്നത്. കുറേ നേരം അവിടെയൊക്കെ അങ്ങനെ അലഞ്ഞു കിടന്ന് പിന്നെ എൻജോയ് ചെയ്തപ്പോഴാണ് ട്രെയിനിന്റെ ലൊക്കേഷൻ കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ S3 എനിക്ക് സ്ലീപ്പറിന്റെ ആ ഒരു കിട്ടിയത്. അങ്ങനെ നേരം വെളുത്ത് കണ്ണൂർ നോക്കിയപ്പോൾ കൈത്തറി മുണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ചേട്ടൻ വന്നു. പുള്ളിക്കാരൻ്റെ 2 ഐറ്റം ഞാൻ വാങ്ങി. പാലക്കാട് ജംഗ്ഷൻ, പാലക്കാട് 9:44. രാവിലെ 10 മണി കഴിഞ്ഞിട്ടും ഒരു സാധനം കഴിക്കാൻ കിട്ടില്ല. അങ്ങനെ 2 ഉഴുന്നോടെ ഒരു സമൂസയും കുറച്ച് ചാറൊക്കെ കൂട്ടി സെറ്റാക്കി ഇരുന്നു. പാലക്കാട് കയറി കഴിഞ്ഞാൽ പിന്നെ മലനിരകളും തെങ്ങും തോപ്പും പച്ചിപ്പായിരുന്ന നെൽപ്പാടങ്ങളും കാടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ആ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കാം. എന്ത് രസമെന്ന് അറിയാമോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞ് തേരട്ടയെ പോലെ ഇങ്ങനെ പോകുന്ന കാണാൻ വല്ലാത്തൊരു സുഖം തന്നെ. പിന്നെ ഒരുപാട് വനപ്രദേശമുള്ള ഭാഗത്തൊക്കെ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ്ങും പിന്നെ അല്ലാതെ ബോർഡർ തിരിക്കുന്ന രീതിയിൽ റെയിൽ സെറ്റ് ചെയ്ത് ബോർഡർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ പാളം വരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു, കുറേയൊക്കെ ക്ലിയർ ആക്കി വരുന്നുണ്ട്. പിന്നെ ദൂരെ അങ്ങനെ മലനിരകൾ നല്ല രീതിക്ക് കാണാം. എവിടത്തേക്ക് ആചാരമാണല്ലേ? സമൂസ ചേട്ടൻ 3 സമൂസ ഒരു പച്ചവളം തന്നു. എന്തായാലും തിന്നാൻ പറഞ്ഞു. സംഭവം കൊള്ളായിരുന്നു. ഇതൊക്കെ കാണുന്നതിന് കാവേരി പട്ടണം, അതായത് നമ്മുടെ ഈ റോഡ് സേലത്തിന് ഇടയ്ക്കായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ഈ കാവേരി പട്ടണം. ഓക്കെ, സേലത്ത് ഒന്ന് ചാടിയിട്ടുണ്ട്. സമയം ഏതാണ്ട് 4:55. 2.5-3 മണിക്കൂറാണ് ലേറ്റാണ് മൊത്തത്തിൽ. ഊമ്പലും കഞ്ഞിയും. പ്രിൻസാണ് കൂടെ ഉള്ളത്. മഹാരാഷ്ട്ര ട്രിപ്പിനകത്ത് നമ്മുടെ ടീമിനുള്ളതായിരുന്നു. ഓക്കെ, സ്റ്റേഷന് പുറത്തിറങ്ങി കാണുന്ന കാഴ്ചയാണ്. ഓക്കെ, ഇനി ഹോട്ടൽ തേടി നടക്കണം ആഹാരം കഴിക്കാനായിട്ട്. ശ്രീ സദാ സ്വീറ്റ്സ് ഒന്നും വേണ്ട.
അമ്മച്ചി കപ്പലണ്ടി ഇരിക്കുന്നു. കപ്പലണ്ടിയൊക്കെ നല്ല ഊക്ക സൈസ്. അപ്പോൾ നമ്മൾ സേലത്ത് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ധർമ്മപുരിയിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ വീരപ്പണ്ണൻ്റെ സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. നല്ല രീതിക്ക് നല്ല രീതിയിൽ ഓട്ടോക്കാരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും നിർത്താം. അപ്പോൾ അവിടെ നിർത്തി ആഹാരം കഴിച്ചിട്ട് നേരെ ധർമ്മപുരി. സേലത്തിൻ്റെ റോഡും രീതികളൊക്കെ വേറെ റേഞ്ച് തന്നെയാണ് കേട്ടോ. പഴയ രീതിയിൽ തമിഴ്നാടിൻ്റെ ആ ഒരു പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ചപ്പും ചവറും ഒക്കെ കിടക്കുന്നുണ്ടെങ്കിലും അത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ബിരിയാണിയാണ് വാങ്ങിച്ച് കഴിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തന്നു. സംഭവം കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും, കൊള്ളാമായിരുന്നു. പിന്നെ പൊറോട്ടയും. അപ്പോൾ സേലം ബസ് സ്റ്റാൻഡിൽ നേരെ ധർമ്മപുരിക്കാണ് ഇനി നമ്മൾ വിടാൻ പോകുന്നത്. ധർമ്മപുരിക്കുള്ള വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സേലം സൈഡിൽ നിന്നാണ്. ഇതിന് ഏറ്റവും പുറകുവശത്താണ് കിട്ടിയത്. ഇതാണ് വണ്ടി. 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഒരു 40-45-50 കിലോമീറ്റർ അതിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞത്. ചേട്ടാ ഇത് പറഞ്ഞാൽ തന്നെ ചേട്ടാ. ഇപ്പം നമ്മൾ ധർമ്മപുരിയിലാണ് നിൽക്കുന്നത്. ധർമ്മപുരിയിൽ ഇപ്പം നമുക്ക് ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് 7:59 8 മണിയായി. അപ്പോൾ ഇന്നിനിപ്പം വണ്ടി ഇവിടുന്ന് പോയാലും അപ്പോൾ ഇവിടെ പോയാൽ പിന്നെ നമ്മൾ ഏത് സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് വല്ല ചീത്തമല്ല ഞാൻ പറഞ്ഞത്. എന്തൊരു നഗരം? പെണ്ണനഗരം. പെണ്ണനഗരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ആട്ടോയ്ക്ക് പോകണം. ഏതാണ്ട് 20 കിലോമീറ്റർ ഉള്ളത്. അപ്പോൾ അത് 600 രൂപ കേൾക്കും. അതുകൊണ്ട് നമ്മൾ ധർമ്മപുരി തന്നെ റൂം എടുക്കാനുള്ള തീരുമാനമാണ്. അപ്പോൾ റൂം എടുത്ത് രാവിലെ വെളുപ്പിന് 4:00 വണ്ടി ഉണ്ട്. അപ്പോൾ അതിൽ പോവാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ റൂം പോകട്ടെ. ഓക്കെ. ധർമ്മപുരി എന്ന് പറയുന്ന സംഭവം സ്ഥലം ചെറിയൊന്നും അല്ല കേട്ടോ. ഭയങ്കരമായൊരു ടൗൺ പോലുള്ള എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പരവൂരിന്ന് 160 എടുത്ത സ്ട്രോബെറി വാങ്ങിച്ചത്. പക്ഷെ അവിടുത്തെ വില 50, 60, 70 ആ റേഞ്ച് മാത്രമേ ഉള്ളൂ. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുഡിന് ഒരു ഇതും കാണത്തില്ല. ഇഷ്ടം പോലെ സാധനം കഴിക്കുക, അതും ഇതും എല്ലാം കാണും. ചിക്കൻ കടയിൽ തന്നെ ചിക്കൻ അപ്പോഴേ കട്ട് ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കുക. 70 രൂപയ്ക്ക് 200 രൂപ ക്വാണ്ടിറ്റി. പല ഭാഗത്തോട്ട് പോകുന്ന റൂട്ടിൻ്റെ ആ ഒരു കിലോമീറ്റർ കൊടുത്തേക്കാണ്. അപ്പം പച്ചക്കറി ഐറ്റങ്ങൾ വരുന്നു, വിൽക്കുന്നു, എടുക്കുന്നു. നൈറ്റ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോയി. അപ്പോൾ സമയം രാവിലെ 7:42. നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ധർമ്മപുരിയിലാണ്. അപ്പോൾ ധർമ്മപുരിയിൽ നിന്ന് നേരെ നമ്മൾ പോണത് ഹൊക്കനകലിലേക്കാണ്. ഓക്കെ. നമ്മൾ റൂം എടുത്ത ഈ ഒരു സ്പോട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു 1000 രൂപയ്ക്കകത്താണ് കിട്ടിയത്. വലിയ പറഞ്ഞറിയിക്കാൻ പറ്റിയ അത്ര ഭയങ്കര നീറ്റോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് 2 പേർക്ക് താക്കാൻ പറ്റിയ ഈ ട്രിപ്പ് അടിച്ച് കിടക്കുന്നവർ 500 കിടക്കുമല്ലോ. അപ്പോൾ അതേപോലൊക്കെ ഒരു എന്നാൽ വലിയ വൃത്തിയല്ല, നല്ല നീറ്റും ആണ്. അങ്ങനത്തെ രീതിയിലുള്ള റൂമാണ് എടുത്തത്. എൻ്റെ ഒരു 200 മീറ്റർ അത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. 200 അല്ലെങ്കിൽ 300. അപ്പോൾ അവിടെ നിന്ന് ഈ കാണുന്ന ആ ഒരു ലോഡ്ജിലാണ് നമ്മൾ താമസിച്ചത്. 2 ലോഡ്ജ് അടുപ്പിച്ച് തന്നെ ഉണ്ട്. ഇന്നലെ രാത്രി കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ലോഡ്ജ് മാറി കയറി. പുലർച്ചെ തന്നെ ഈ വഴിയോരത്തിൽ ഇങ്ങനെ കച്ചവടക്കാരുണ്ട് ഇതേപോലെ. വിലയോ തുച്ഛം ഗുണമോ മിച്ചം എന്ന് വേണം പറയാൻ. കാരണം അത്രയ്ക്ക് നല്ല രീതിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അവർ ആട്ടിയൊക്കെ കൊണ്ടുവരുന്നതാണ് ഈ മാവും അതിൻ്റെ ചട്നിയും സാമ്പാറും എല്ലാം. അപ്പോൾ ആ ഒരു ചുമപ്പ് ഇത് ഇട്ടേക്കുന്ന ആളാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ധർമ്മപുരി ബസ് സ്റ്റാൻഡ്. ഓക്കെ. അപ്പോൾ നൈറ്റ് വന്നപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. രാവിലെ നല്ല മഞ്ഞുണ്ട്. സമയം ഇപ്പോൾ 8:02 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഹൊക്കനകല്ല് പോവാം. പെണ്ണകര എന്ന് പറയുന്ന ഈ ബസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ ബസ്സിൽ കയറിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഹൊക്കനകല്ല് പോകാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വണ്ടി നമ്മൾ കാത്തിരിക്കണം. ഓക്കെ. ഹൊക്കനകല്ല് വണ്ടി അതാണ്. കറക്റ്റ് 8 മണിക്ക് ഇവിടെ സ്റ്റാൻഡിൽ പിടിച്ചിട്ടുണ്ട്. 8:30 ഇവിടുന്ന് പുറപ്പെടുമെന്നാണ് അവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത്. ഓക്കെ. ഇത് ലേഡീസ് സീറ്റ് അല്ലേ? കുഴപ്പമാവും. രാവിലെ തന്നെ പൂ മാർക്കറ്റും അതായത് ഇല വർഗത്തിൻ്റെ ഐറ്റങ്ങളുണ്ട്, നമ്മളെ കറിയിലൊക്കെ ഇടുന്ന ആ ഐറ്റങ്ങളും ഒക്കെ നിറയെ വഴിയോരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെണ്ണകര എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനെത്തി, ബസ് സ്റ്റേഷൻ എത്തി. അപ്പോൾ അവിടെ നിന്നാണ് ഈ പറയുന്ന ഈ നമ്മളെ കൊക്കനക്കല്ലൊക്കെ പോകാനുള്ള ആ ഒരു ഫോറസ്റ്റിൻ്റെ റൂട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് പോകുന്നതിന് കുറച്ച് മുന്നാകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം അന്യവാഹനങ്ങളായിട്ടുള്ളത്, അതായത് പ്രൈവറ്റ് വാഹനങ്ങളായിട്ടുള്ളത് അവർക്ക് അവിടെ ഒരു ഫീസ് ഈടാക്കുന്നുണ്ടെന്നാണ് അറിവ്.
അപ്പോൾ നമ്മൾ ബസ് സർവീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അവിടുത്തെ ട്രാൻസ്പോർട്ട് സർവീസ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും അങ്ങനെ ഒരു ചെക്കിങ്ങോ ഈടാക്കുന്ന പേയ്മെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൻ്റെ ഒരു റെയിൻ ഫോറസ്റ്റ് സെറ്റപ്പ് പോലൊന്നുമല്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തിക്കായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മരങ്ങൾ. എന്നാൽ അവിടെ മൃഗങ്ങളുടെ സാന്നിധ്യങ്ങളുണ്ട്. ഈ റൂട്ട് പോകുന്ന നേരത്ത് ഞാൻ ഒരു മാനിനെ കണ്ടായിരുന്നു. പിന്നെ വഴിയോ നിറയെ കുരങ്ങും അങ്ങനെയുള്ള കുറേ ജീവികൾ. പിന്നെ ഇവിടെ ആനയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെന്നാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ളവർ പറഞ്ഞത്. അത് ഈ വെള്ളം കുടിക്കാനായിട്ട് ഒരു സമയത്തൊക്കെ റോഡിലൊക്കെ നിറച്ച് കുരങ്ങന്മാരൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹൊക്കനക്കല്ലിൻ്റെ ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് ഹൊക്കനക്കല്ല് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ വലിയൊരു ബസ് സ്റ്റാൻഡാണ്. എന്നാൽ അധികം ബസ്സുകളില്ല. ഒരു കർണാടകയുടെ ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഒരു 150 കിലോമീറ്റർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ എത്താമെന്നാണ്, ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന ബസ് ഇതാണ് കേട്ടോ, ഈ കാണുന്നതിന് ബസ്. ഇതിൻ്റെ പുറകുവശം മലയും കാര്യങ്ങളൊക്കെ ആ ഒരു നല്ലൊരു ക്ലൈമറ്റ് 9:30 ടൈം കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ ഏരിയ വെള്ളം കുറവാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളെ ക്യാൻവാസിങ്ങിനായിട്ടുള്ള നമ്മൾ ആ ഇവിടുത്തെ ഗൈഡ് ടീമുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത് ഓരോ ഓയിൽ മസാജൊക്കെ, ഫുൾ ബോഡി മസാജും അല്ല ഹെഡ് മസാജ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യമൊക്കെ ഓൾറെഡി കോൺടാക്റ്റ് മേടിച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ചായ കുടിക്കാം. ഇതിനകത്ത് റൂമും പാർക്കിങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹോട്ടൽ തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത്. അപ്പോൾ നമ്മൾ സ്റ്റേ എടുത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മപുരിയിലാണ് സ്റ്റേ എടുത്തത്. രാവിലെ ബസ് കയറി ഇങ്ങോട്ട് ചാടി. നമ്മളീ നടന്നു വരാൻ നേരത്തെ ഈ സமைക്കണമെന്ന് ചോദിക്കും. സംഭവം ഈ സமைക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് പാചകം ചെയ്ത് തരണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ വാട്ടർഫോൾസിൻ്റെ മുകളിലായിട്ട് ഈ അവർ പുഴയിലെ മീനാ അതൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ആഹാരം പാകം ചെയ്ത് തരുന്നതിൻ്റെ കാര്യമാണ് ഈ വഴിയിൽ നിന്ന് ആ കുറേ ചേച്ചിമാരായിട്ടുള്ളവർ ചോദിക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് നമ്മൾ സാധനം മേടിച്ചു കൊടുത്താൽ അത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന വാങ്ങിച്ച് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഹൊക്കനക്കലിൻ്റെ ആ കോട്ടവാതിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഈ കാണാൻ പോകുന്ന അടുത്ത പാർട്ടിലാണ് ഹൊക്കനക്കലിൻ്റെ വെള്ളച്ചാട്ടവും ആഹാരം പാചകം ചെയ്യുന്നതും അതുകൂടാതെ നമ്മുടെ ബോഡി മസാജിങ് എല്ലാം. അപ്പം അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് പാർട്ട് കണ്ടിപ്പാ വാക്കവാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.